ഹലോ ഗായ്സ്, നോമ്പെല്ലാം തുടങ്ങാനായില്ലേ? ഇനി ആകെ കുറച്ച് ദിവസം മാത്രമല്ലേ ഉള്ളൂ അല്ലേ? അപ്പം നമുക്ക് റംസാൻ ഡെക്കോർ ചെയ്യാം. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഫോം ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഫുള്ളായിട്ടൊന്ന് പെയിൻറ് അടിച്ചിട്ടെടുക്കാം. പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് സ്പഞ്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡാർക്ക് ബ്ലൂ ആൻഡ് ഒലീവ് ഗ്രീൻ ആൻഡ് വൈറ്റ്, ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് കിട്ടിയൊരു അടിപൊളി കളറാണിത്. ഇനി ഇതിലും ലൈറ്റ് കളേഴ്സും ആണെങ്കിൽ കുറച്ച് ഗ്രീനും വൈറ്റും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഇത് ഡ്രൈ ആവാൻ വെക്കാം. ഡ്രൈ ആവാൻ വെക്കുന്നതിന് സമയത്ത് നമുക്ക് കുറച്ച് പണി കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ഫോം ബോർഡ് ഇതെന്താ ഇങ്ങനത്തെ പീസെന്ന് നിങ്ങൾ വിചാരിക്കണം. കാരണം കുറച്ച് വർക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന ഇതേപോലത്തെ ഫോം ബോർഡിൻ്റെ പീസസ് ഞാൻ കളയാറില്ല, എടുത്തു വെക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യും. ഇതിൽ കുറച്ച് മൂണും ലെൻഡോണും സ്റ്റാർസ് എല്ലാം കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിലെല്ലാം കുറച്ച് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വൈറ്റ് പെയിൻറ് യൂസ് ചെയ്ത് അഹ്ലാൻ റംദാൻ എഴുതി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫോം ബോർഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് രണ്ടോളം മൂന്നാണ് ഹാങ് ചെയ്തിട്ട് വെക്കാം. അതെങ്ങനെയാണെന്നില്ലേ? അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാൻ നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് വെച്ചാൽ ചെറിയ ചെറിയ പീസാകുമ്പോൾ ഒരേ സൈസ് കിട്ടണമെന്നില്ല. ഇതാവുമ്പം എല്ലാം ഒട്ടിക്കാനുള്ളത് ഇതിൽ തന്നെ ആകും. അപ്പോൾ നമുക്കൊന്ന് ഹാങ് ചെയ്ത് തരാം. സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പം നമുക്കിത് ഫിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് അത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ മേലെ ഭാഗത്ത് 2 താഴെ 3 കൊടുത്തിട്ടുണ്ടായത്. അതിന് താഴെ എന്തിനാണ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെണ്ടെല്ലാക്കിയിട്ട് ഇതിൽ ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമുക്ക് ചെണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ വൂളൻ ത്രെഡുമാണ് എടുത്തിട്ടുള്ളത്. വൂളൻ ത്രെഡ് ഇതാ ഇങ്ങനെ വെച്ചാൽ ചുറ്റി കൊടുത്തിട്ട് കെട്ടിയിട്ടെടുക്കാം.
അപ്പോൾ ഈ ഒരു റംസാൻ ഡെക്കർ എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.